അടുത്തിടെ ഇത്രയ്ക്കും ചീത്തപ്പേര് കേട്ട ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. പറഞ്ഞു വരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ്. കുറെ കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം വന്നത് പേര് വെളിപ്പെടുത്താതെ ഒരു യുവ നേതാവിനെതിരായ നടിയുടെ തുറന്നു പറച്ചിലായിരുന്നെങ്കിൽ പിന്നീട് വന്നത് പേര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുകാരിയുടെ വെളിപ്പെടുത്തലാണ്. ഇനി ആരൊക്കെ പുതിയ വെളിപ്പെടുത്തലുമായി എത്തുമെന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തൊക്കെയായാലും വെളിപ്പെടുത്തലിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. നടിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിക്കപ്പെടുന്ന യുവ നേതാവിനെതിരെ പാർട്ടിയിലും ആക്ഷേപമുണ്ട്. യുവ നേതാവിനെതിരെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് മുൻപിലും ചില ആക്ഷേപങ്ങളുണ്ടെന്നാണ് വിവരം. അതേസമയം പരാതികൾമേൽ നടപടിയെടുക്കുന്നതിനായി AICCയും പ്രതിപക്ഷ നേതാവും KPCCയും യുവ നേതാവിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയുടെ പേര് നടി വെളിപ്പെടുത്താത്ത പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് നേതൃത്വം തയ്യാറായിട്ടുമില്ല. എന്നാൽ ഇടത് സംഘടനകൾ ഉൾപ്പെടെ വിഷയം നല്ല രീതിയിൽ മുതലെടുക്കുമെന്നതാണ് കോൺഗ്രസിന് തലവേദന. പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും എല്ലാവരും വിരൽ ചൂണ്ടുന്നത് രാഹുലിലേക്ക് തന്നെയാണ്. കൂടാതെ നടി പറയുന്നത് തനിക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടെന്നും ഇനിയും അത് തുടരുകയാണെങ്കിൽ പാർട്ടിയുടെയും വ്യക്തിയുടെയും പേര് പരസ്യമായി പുറത്തുവിടുമെന്നാണ്. റിനി രാഹുലിന്റെ പേര് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലെങ്കിലും രാഹുൽ പറഞ്ഞ ഹൂ കേസ് എന്ന പ്രയോഗം ഇടയ്ക്കിടെ റിനി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ആവർത്തിക്കുന്നുണ്ട്. ഇതും ഒരു തരത്തിൽ പേര് പറയാതെയുള്ള പേര് പറച്ചിലായി തന്നെ കണക്കാക്കാം. റിനി പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ യുവ എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുലിന്റെ പേര് വ്യക്തമായി പറയുകയും ഗുരുതരമായ ആരോപണം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ തന്നോട് സാമൂഹിക മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കരൻ ആരോപിക്കുന്നത്. രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിലിന് അറിയാമെന്നും എന്നാൽ അയാളിലെത്തുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്നും ഹണി പറയുകയുണ്ടായി. രാഹുലിന്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ടെന്നാണ് ഹണി ഭാസ്കരൻ പറയുന്നത്. യാത്രയെക്കുറിച്ച് ചോദിച്ച് രാഹുൽ ആദ്യമായി തനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയതെന്നും പിന്നീട് മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് അയാൾ തന്നെപ്പറ്റി മോശമായി പറഞ്ഞെന്നും ഹണി പറയുന്നു. ഈ പ്രവൃത്തി തന്നെ അയാൾ കള്ളനാണെന്നതിന് തെളിവല്ലേ എന്നും ഹണി ചോദിക്കുന്നു. ഈ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഹണി പങ്കുവച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയായിരുന്നു. അയാൾ ഇത് പറഞ്ഞ ആൾ തന്നെയാണ് ഈ വിവരം തന്നെ അറിയിച്ചത്. രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ തന്നെ പിന്നീട് സംസാരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുമെന്നും ഹണി ഭാസ്കരൻ പറയുന്നു. ഏതായാലും രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നിലവിൽ പാർട്ടിയുടെയും AICCയുടെയും KPCCയുടെയും തീരുമാനം രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ്. അല്ലാത്തപക്ഷം CPMഉം BJPയും ഇതൊരു രാഷ്ട്രീയ ആയുധമായി പാർട്ടിക്കെതിരെ ഉപയോഗിക്കുമെന്നും വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കാൻ പാർട്ടി തീരുമാനമാവുകയും പകരം മറ്റൊരാളെ തൽസ്ഥാനത്ത് കൊണ്ടുവരുന്നതിനുമായ ചർച്ചകൾ പാർട്ടിക്കിടയിലും യൂത്ത് കോൺഗ്രസിനിടയിലും നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇത് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ച നടത്തി. മുതിർന്ന നേതാക്കളുമായി കൂടുതൽ ചർച്ച നടത്തിയ ശേഷമാകും ഔദ്യോഗിക തീരുമാനം. രാഹുലിന്റെ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയെന്നും വാർത്തകളുണ്ട്. ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടെന്നും കേൾക്കുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടനയും നിലപാട് കടുപ്പിക്കുന്നത്. തെറ്റുകാരനാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നും നേതാക്കൾക്ക് ഭയമുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, പക്ഷെ ചാരുന്നത് ചാണകമാണെങ്കിലോ? ആ അവസ്ഥയിലാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗമായി തുടരുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുന്നതിനാൽ ഇപ്പോൾ ഏതായാലും MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ഈ സാഹചര്യത്തിൽ രാജി വാങ്ങിയാൽ അത് മണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചകൾക്കിടയാക്കും. അത് സ്വാഭാവികമായും പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനും അതിനുശേഷം മണ്ഡലത്തിൽ മറ്റൊരാളെ പരിഗണിക്കാനുമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. എന്നാൽ ഇനിയും ഇത്തരത്തിൽ പരാതികൾ കൂടുതൽ ഉയർന്നു വന്നാൽ രാഹുലിന്റെ MLA സ്ഥാനവും തെറിക്കും.